ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് ഒന്ന് ഫ്രീ ആയി. അപ്പോൾ കുറച്ച് ദിവസം മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിലിടുന്ന വീഡിയോസ്, പ്രത്യേകിച്ചും തജ്വീദ് ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് നല്ല കാര്യങ്ങൾ പരമാവധി നമ്മൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് പകർത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മളുടെ അറിവ് കൊണ്ട് നമ്മൾ മരണപ്പെടുന്നൊരു അവസ്ഥ എല്ലാവർക്കും വരും. അപ്പോൾ അതിനു മുൻപ് നമ്മളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സൊക്കെ യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നും ഈ രീതിയിലൊക്കെ ക്ലാസ്സൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഖുർആൻ എന്ന് പറയുന്നത് ഒരു പാരായണ ഗ്രന്ഥം മാത്രമല്ലല്ലോ. നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നമുക്ക് ഒരു ആയത്തെങ്കിലും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ വളരെ ഭാഗ്യം എന്നുള്ളത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ അറിവുള്ള ആളുകളെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒരു ഭയങ്കര നഷ്ടമാണ്. അപ്പം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന, പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അറിവുകൾ മറ്റുള്ളവരേക്ക് മാക്സിമം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ക്ലാസ് ഇടണം അങ്ങനെയുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ മറക്കാതെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും മരണപ്പെടും. നമ്മൾ 3 ദിവസം കൊണ്ട് നമ്മുടെ ശരീരമൊക്കെ അഴുകും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അള്ളാഹുവിൻ്റെ ഖുർആനുമായിട്ട് നമുക്കൊരല്പം ബന്ധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിവ് പടച്ച റബ്ബ് കൊടുക്കണമെന്നില്ല. ഇത് തജ്വീദ് പഠിക്കാനും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് ഖുർആനിൽ നിന്ന് നമ്മൾ എത്ര അകലുന്നുവോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് പരീക്ഷണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുന്ന കാര്യമാണ്. എന്നാൽ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് ഏറെക്കുറെ നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള മനക്കരുത്ത്, ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിച്ചിരിക്കുന്ന സമയം ഖുർആന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകളും അനുഗ്രഹങ്ങളും നമ്മൾ അറിയാതെ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.